നെക്സ്റ്റ് നമ്മൾ ബൈനറി മൾട്ടിപ്ലയറിനെ കുറിച്ചാണ് പറയുന്നത്. ബൈനറി മൾട്ടിപ്ലയർ എന്ന് വെച്ചാൽ മൾട്ടിപ്ലിക്കേഷൻ പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് സിംഗിൾ ബിറ്റ് ആണെങ്കിൽ എയും ബിയും സിംഗിൾ ബിറ്റ് ആണെങ്കിൽ എ ഇൻറ്റു ബി എ ബി എന്ന് പറയുന്നതാണ് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് സിംഗിൾ ബിറ്റ് 1 ബിറ്റ് ബൈ 1 ബിറ്റ് ബൈനറി മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ഇൻറ്റു ബി ഇസ് ഈക്വൽ ടു എ ബി എന്ന് ആൻസർ കിട്ടും. ഓക്കെ, ഇനി നമ്മൾ കറസ്പോണ്ടിങ് എന്താണ് 2 ബിറ്റ് ബൈ 2 ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്ക് 2 ബിറ്റ് ബിക്ക് 2 ബിറ്റ്. അപ്പോൾ അത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എയുടെ 2 ബിറ്റ് A1 A0 എന്നും ബിയുടെ 2 ബിറ്റ് B1 B0. സോ A1 A0 ഇൻറ്റു B1 B0 നമ്മൾ സാധാരണ രീതിയിലുള്ള മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ഒറ്റയുടെ സ്ഥാനത്തുള്ള 2 അക്കങ്ങൾ തമ്മിലാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഏതൊക്കെയാണ്? A0യും B0യും. അപ്പോൾ A0 B0 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് A0 B0 എന്ന് പറയുന്നൊരു പ്രോഡക്റ്റാണ്. ഓക്കെ, അതൊരു സിംഗിൾ ബിറ്റാണ് നമുക്ക് കിട്ടുന്നത്. എക്സാമ്പിൾ ഇപ്പോൾ A0 1ഉം B0 0 ആണെങ്കിൽ 1 ഇൻറ്റു 0 എന്താ കിട്ടുക? 0 എന്ന് പറയുന്നൊരു 1 ബിറ്റാണ് കിട്ടുന്നത്. ഓക്കെ, അവിടെ എഴുതിക്കുമ്പോൾ A0 B0 എന്ന് തോന്നുന്നെങ്കിലും അവിടെ കിട്ടുന്ന ആൻസർ എന്താണ്? സിംഗിൾ ബിറ്റാണ്. നെക്സ്റ്റ് B0 A1 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ A1 B0 2 സിംഗിൾ ബിറ്റ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ സിംഗിൾ ബിറ്റ് തന്നെയാണ്. സോ A1 B0യും എന്താണ്? സിംഗിൾ ബിറ്റാണ്. ഓക്കെ, നെക്സ്റ്റ് B1 A0 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. നമുക്ക് കിട്ടുന്നത് A0 B1. ഒരു ടേം നമ്മൾ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്താണ് എഴുതുന്നത്. അപ്പോൾ A0 B1 എന്താണ്? ഒരു സിംഗിൾ ബിറ്റാണ്. ഓക്കെ, നെക്സ്റ്റ് B1 എന്ന് പറയുന്നത് A1 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ നമുക്ക് കിട്ടുന്നത് A1 B1. അതും എന്താണ്? ഒരു സിംഗിൾ ബിറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്, നേരത്തെ ചെയ്യുന്ന അതേപോലെ. അപ്പോൾ ആദ്യത്തെ ടൈം A0 B0 എന്ന് പറയുന്നത് വേറെ ഒന്നുമായിട്ട് ആഡ് ചെയ്യുന്നില്ല. എന്ത് ചെയ്യുന്നു? നേരെ താഴേക്ക് എഴുതുന്നു C0. ഓക്കെ, ഒരു സിംഗിൾ ബിറ്റേ ഉള്ളൂ, അത് C0. അടുത്തത് A1 B0 എന്ന് പറയുന്നത് ഒരു സിംഗിൾ ബിറ്റാണ്. A0 B1 എന്ന് പറയുന്നത് ഒരു സിംഗിൾ ബിറ്റാണ്. രണ്ടും സിംഗിൾ ബിറ്റാണ്. 2 സിംഗിൾ ബിറ്റുകൾ തമ്മിൽ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ക്യാരി നമുക്ക് ജനറേറ്റ് ചെയ്യാം. പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും ക്യാരി വരില്ല, ആഡ് ചെയ്യുമ്പോൾ ക്യാരി വരും. സോ ക്യാരി ഉണ്ടെങ്കിൽ നമ്മൾ തൊട്ടടുത്ത സ്റ്റേജുമായിട്ടാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സമ്മായ C1 എഴുതുന്നു. ക്യാരി എങ്ങോട്ടേക്ക് പോകുന്നു? A1 B1 എന്ന് പറയുന്ന ഒരു സിംഗിൾ ബിറ്റാണ്. ആ സിംഗിൾ ബിറ്റിൻ്റെ കൂടെ നമുക്ക് C1ൻ്റെ അവിടെ നിന്ന് എന്തെങ്കിലും ക്യാരി ജനറേറ്റ് ചെയ്യുന്നെങ്കിൽ അതും കൂടി ആഡ് ചെയ്ത് കിട്ടുന്നതാണ് C2. അങ്ങനെ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് ക്യാരി വരുവാണെങ്കിൽ വീണ്ടും ക്യാരി വരാനുള്ള ചാൻസ് ഉണ്ട്. ആ ക്യാരിയാണ് നമ്മൾ C3 ആയിട്ട് എഴുതുന്നത്. സോ നമ്മൾ 2 ബിറ്റ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് C0 C1 C2 C3 എന്ന് പറയുന്ന പ്രോഡക്റ്റ് കിട്ടുന്നുണ്ടാവും. സോ സിംഗിൾ ബിറ്റ് അഡീഷനാണ് ഇതിനകത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ 2 സിംഗിൾ ബിറ്റ് ആഡ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഹാഫ് ആഡർ എന്ന് പറയുന്ന സർക്യൂട്ട്. സോ ഹാഫ് ആഡർ സർക്യൂട്ടിനകത്ത് നമ്മൾ ഫസ്റ്റ് B0യെ A1ഉം A0 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. അതിൽ A0യെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വേറെ ഒന്നുമായിട്ട് ആഡ് ചെയ്യാനില്ല. സോ നേരെ എന്ത് ചെയ്യും? താഴേക്ക് C0 ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ട് അതുപോലെ എഴുതുന്നുണ്ടാവും. അടുത്തത് എന്ന് പറയുന്നത് A1 B0യും A0 B1ഉം. അത് 2 സിംഗിൾ ബിറ്റാണ്. 2 സിംഗിൾ ബിറ്റ് തമ്മിൽ ആഡ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഹാഫ് ആഡർ. അപ്പോൾ ആദ്യത്തെ ഹാഫ് ആഡറിനകത്ത് നമ്മൾ എന്ത് ചെയ്യും? A1 B0യും A0 B1ഉം തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത 2 ആൻഡ് ഗേറ്റിൻ്റെ ഔട്ട്പുട്ടാണ് കൊടുക്കുക. സം നമുക്ക് C1 എന്ന് കിട്ടും. മേ ബി ഒരു ക്യാരി ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ തൊട്ടടുത്ത ഹാഫ് ആഡറിൻ്റെ ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് ഇതിൻ്റെ ഔട്ട്പുട്ടായിരിക്കും, ഔട്ട്പുട്ട് ക്യാരി ആയിരിക്കും. തൊട്ടടുത്ത ഔട്ട്പുട്ട് എന്താണ്? A1 B1. സോ A1 B1ഉം ആ ക്യാരിയും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് C2 എന്ന് പറയുന്ന സമ്മും മേ ബി C3 എന്ന് പറയുന്ന ഒരു ക്യാരിയും ജനറേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് C0 C1 C2 C3 എന്ന് പറയുന്ന പ്രോഡക്റ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഇതിപ്പോൾ 2 ബിറ്റ് ബൈ 2 ബിറ്റ്, ഇതേപോലെ 3 ബിറ്റ് ബൈ 2 ബിറ്റ് 3 ബിറ്റ് ബൈ 3 ബിറ്റ് അങ്ങനെ നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ അതിനകത്ത് ഒരു എക്സാമ്പിളും കൂടി ചെയ്യുന്നു. 4 ബിറ്റ് ബൈ 3 ബിറ്റ് ബൈനറി മൾട്ടിപ്ലയർ. ഓക്കെ, 4 ബിറ്റ് ബൈ 3 ബിറ്റ് ബൈനറി മൾട്ടിപ്ലയർ. അത് ഇതുമാതിരിയാണ്. നമ്മൾ 4 ബിറ്റ് എന്ന് പറയുന്നത് A0 A1 A2 A3 എന്നും 3 ബിറ്റ് എന്ന് പറയുന്നത് B0 B1 B2. ഓക്കെ, 4 ബൈ 3 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നേരത്തെ ചെയ്ത അതേപോലെ A0 B0, ദെൻ A1 B0യും A0 B1ഉം, ദെൻ A2 B0 A1 B1, അങ്ങനെ നമുക്ക് സം ചെയ്ത് C0 C1 C2 C3 C4 C5 ആൻഡ് C6 വരെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ ഹാഫ് ആഡേഴ്സ് യൂസ് ചെയ്യാൻ പറ്റില്ല.
ഓക്കെ, ഹാഫ് ആഡേഴ്സ് അല്ലെങ്കിൽ ഫുൾ ആഡേഴ്സും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ C2 എന്ന് പറയുന്ന സം കിട്ടുന്ന കേസ് നോക്കുക. A2 B0യും A1 B1ഉം A0 B2വും കൂടെ ആഡ് ചെയ്യുന്നതാണ്. പ്ലസ് മേ ബി നമുക്ക് C1ൻ്റെ സ്ഥലത്ത് നിന്ന് ഒരു ക്യാരി ജനറേറ്റ് ചെയ്യുന്നത് വരാമല്ലോ. അങ്ങനെ വരികയാണെങ്കിൽ 4 ബിറ്റാണ് അവിടെ തമ്മിൽ ആഡ് ചെയ്യുന്നത്. 4 ബിറ്റ് ഒരുമിച്ച് ആഡ് ചെയ്യാൻ നമുക്ക് ഫുൾ ആഡേഴ്സ് ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, ഒരു ഫുൾ ആഡർ വെച്ചിട്ട് 3 ബിറ്റ് അഡീഷനേ പോസിബിൾ ഉള്ളൂ. അപ്പോൾ ഒരു ക്യാരി ജനറേഷനും കൂടി നമുക്ക് ബുദ്ധിമുട്ട്. അപ്പോൾ അതിനേക്കാൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്, ചെയ്തുകൂടാന്നല്ല, ഫുൾ ആഡേഴ്സ് യൂസ് ചെയ്തിട്ടും അത് ചെയ്യാം. അത് കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാവുന്ന ഇതിൽ ചെയ്യാനായിട്ട് ഒരു 4 ബിറ്റ് ആഡർ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫുൾ ആഡേഴ്സ് യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. ഓക്കെ, അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, 4 ബിറ്റ് ആഡറിലേക്ക് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ B0 വെച്ചിട്ട് നമുക്ക് A0യെയും A1നെയും A2നെയും A3യെയും ഒക്കെ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട് ആൻഡ് ഗേറ്റ്. അതിനകത്ത് നമ്മൾ A0 B0 എന്ന് പറയുന്നത് വേറെ ഒന്നുമായിട്ട് ആഡ് ചെയ്യുന്നില്ല. നേരെ നമുക്ക് എന്ത് ചെയ്യാം, അത് നമ്മുടെ ഔട്ട്പുട്ടായിട്ട് എഴുതാം. നേരെ നമ്മൾ ഔട്ട്പുട്ട് C0 എഴുതി കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മുടെ ആ 4 ബിറ്റ് ആഡറിൻ്റെ എയുടെ കേസിൽ വരുന്നത് A1 A2 A3യും B0യും വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്ന 3 ബിറ്റേ വരുള്ളൂ. അപ്പോൾ 3 ബിറ്റുകളെ വരുന്നുള്ളൂ. പക്ഷേ നമുക്ക് 4 ബിറ്റ് വേണ്ടേ ഓഗൻറ്റ്. സോ 4ാമത്തെ ബിറ്റ് നമ്മൾ എന്താക്കി എടുക്കുന്നു, 0 ആയിട്ട് എടുക്കുന്നു. 0 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കിട്ടുന്ന ആൻസറിന് ചേഞ്ച് ഒന്നും വരത്തില്ലല്ലോ. സോ 0 എന്താണ്, A3 B0, A2 B0, A1 B0. ഇതാണ് നമ്മുടെ ആഗൻറ്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ആഡൻറ്റ് എന്ന് പറയുന്നത് B1 A0 A1 A2 A3 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന 4 ബിറ്റാണ് ആഡൻറ്റ് എന്ന് പറയുന്നത്. സോ ആ 4 ബിറ്റും കൂടി നമ്മൾ 4 ബിറ്റ് ആഡറിൽ കൊടുക്കും. അപ്പോൾ നമ്മുടെ 4 ബിറ്റ് ആഡറിൽ നമ്മൾ ഇത്രയും ഇൻപുട്ട്സ് കൊടുത്തു കഴിഞ്ഞാൽ Cin എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്നില്ല. ക്യാരി ഓൾറെഡി ഉണ്ട്, 0 ആയതുകൊണ്ട് നമ്മൾ കൊടുത്തില്ല എന്നേ ഉള്ളൂ. നമുക്ക് കിട്ടുന്നത് 5 ഔട്ട്പുട്ടാണ്. ഏതാ, സമ്മും ഔട്ട്പുട്ട് ക്യാരിയും കൂടി ഉൾപ്പെടെ 5 എണ്ണമാണ് കിട്ടുന്നത്. അതിൽ ഒന്ന് C1 എടുത്തു കഴിഞ്ഞാൽ A1 B0യും A0 B1ഉം തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ലാസ്റ്റ് C1, ആ C1 വേറെ ഒന്നുമായിട്ട് ആഡ് ചെയ്യുന്നില്ല. സോ നമുക്കത് എന്ത് ചെയ്യാം, അതിൻ്റെത് നേരെ താഴേക്ക് കൊടുക്കാം, അടുത്ത 4 ബിറ്റിൽ കൊടുക്കണ്ട. ഓക്കെ, അപ്പോൾ C1 നേരെ താഴേക്ക് എഴുതി. ഇനി ബാക്കി 4 ഔട്ട്പുട്ട്സിലെ മൊത്തം 5 ഔട്ട്പുട്ട്സ് ആയിരുന്നു, അതിൽ ഒന്ന് നേരെ താഴേക്ക് പോയി. ഇനി എന്താണ്, 4 ഔട്ട്പുട്ട്സ് ഉണ്ട്. അപ്പോൾ ആ 4 ഔട്ട്പുട്ട്സാണ് തൊട്ടടുത്ത 2ാമത്തെ 4 ബിറ്റ് ആഡറിൻ്റെ ആഗൻ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി ആ 2ാമത്തെ 4 ബിറ്റ് ആഡറിൻ്റെ ആഡൻ്റ് ഏതൊക്കെയാണ്, B2 ഏതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാ, A0 A1 A2 A3 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതും ഈ കിട്ടിയ സമ്മും കൂടിയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് അല്ലേ. സോ ആ സമ്മും കൂടി ചേർത്ത് നമ്മൾ എന്ത് ചെയ്യും, കൊടുക്കും. ദെൻ നമുക്ക് വീണ്ടും 5 ഔട്ട്പുട്ട്സ് കിട്ടും, സമ്മും ഔട്ട്പുട്ടും കൂടി. സോ C2 C3 C4 C5 C6 എന്ന് പറയുന്ന ലാസ്റ്റ് ക്യാരി. ഓക്കെ, എന്തുകൊണ്ട് നമ്മളവിടെ ഒരു ആൻഡ് ഗേറ്റ് വെച്ച് കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി ഒരു സം ജനറേറ്റ് ചെയ്തു. ഏത് വെച്ചിട്ടാണ്, നമ്മുടെ സെക്കൻഡ് നമ്മുടെ ഈ പൊസിഷനിൽ വെച്ചിട്ട് നമുക്ക് ഈ പൊസിഷനിൽ വെച്ചിട്ട് നമുക്കൊരു സം കിട്ടി. ഏതാ, ഈ പൊസിഷനിൽ വെച്ചിട്ട് നമുക്കൊരു സം കിട്ടും. ആ സമ്മിൻ്റെ കൂടെയാണ് B2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നതും കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഈ സം ഇതുവരെ ഉള്ളതാണ് നമുക്ക് ഇത്രയും പോർഷനിൽ നിന്ന് കിട്ടുന്നത്. ഓക്കെ, ഇതുവരെ ഉള്ളതാണ് ഇത്രയും പോർഷനിൽ നിന്ന് വരുന്നത്. ഇനി നമ്മൾ അടുത്ത സം ചെയ്യേണ്ടുന്നത് ഏതാണ്, B2വുമായിട്ട് ഈ A0 A1 A2 A3 എന്ന് പറയുന്നത് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഈ കിട്ടിയ സമ്മിൻ്റെ കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ അത് ആണ് ഇവിടെ എഴുതിയേക്കുന്നത്, സമ്മാണ്. ഇതുവരെ കിട്ടിയ സമ്മുകളാണ് നമുക്ക് ഇവിടെ ഉള്ളത്. അപ്പോൾ അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ടോട്ടൽ സമ്മാണ് ഈ എഴുതിയേക്കുക. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ആ മൾട്ടിപ്ലിക്കേഷൻ വ്യക്തമായിട്ട് നമ്മൾ പറയണമെന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് 4 ബിറ്റ് ബൈ 3 ബിറ്റ് ബൈനറി മൾട്ടിപ്ലയർ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനിപ്പോൾ 2 ബിറ്റ് ബൈ 2 ബിറ്റും സിംഗിൾ ബിറ്റും 4 ബിറ്റ് ബൈ 3 ബിറ്റും പറഞ്ഞു. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, 3 ബിറ്റ് ബൈ 2 ബിറ്റ് ചെയ്ത് നോക്കാം, 4 ബിറ്റ് ബൈ 4 ബിറ്റ് ചെയ്ത് നോക്കാം, ഇതേമാതിരി ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അത് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആ ടെക്നിക്സ് നന്നായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇതിൽ 2 ബൈ 2 ബിറ്റ് മനസ്സിലായി, സിംഗിൾ ബിറ്റ് മൾട്ടിപ്ലിക്കേഷൻ മനസ്സിലായി, 4 ബിറ്റ് ബൈ 3 ബിറ്റ് ബൈനറി മൾട്ടിപ്ലയർ മനസ്സിലായി കാണും. അപ്പോൾ ഈ സർക്യൂട്ട് ഡയഗ്രത്തിൽ ഇതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്നു എന്നാണ് ഈ ഫിഗർ വെച്ച് നമ്മൾ മനസ്സിലാക്കിയേക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക്, ഇതിപ്പോൾ ഞാൻ
4 ബിറ്റ് ആഡർ, അതാകുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നതായതുകൊണ്ടാണ് 4 ബിറ്റ് ആഡറിനകത്ത് ചെയ്തത്. ഈ 4 ബിറ്റ് ബൈ 3 ബിറ്റ് തന്നെ നമുക്ക് ഏതിനകത്ത് അപ്ലൈ ചെയ്ത് നോക്കാം? ഫുൾ ആഡേഴ്സിനകത്ത് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഫുൾ ആഡേഴ്സിനകത്ത് ചെയ്യുമ്പോൾ ആദ്യം A0 B0 അതേപോലെ താഴേക്ക് പോകും. അതൊന്നും ഫുൾ ആഡറിന് കൊടുക്കേണ്ട കാര്യമില്ല. പിന്നെ ഫുൾ ആഡറിന് കൊടുക്കേണ്ടുന്നത് ഏതാണ്? A1 B0 മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒന്നും A0 B1 മൾട്ടിപ്ലൈ ചെയ്യുന്ന ഒന്നും സി ഇന്നായ ഇൻപുട്ട് ക്യാരി 0യും കൂടെ ചേർത്ത് എന്ത് ചെയ്യുക? ഒരു ഫുൾ ആഡറിൽ കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് C1 എന്ന് പറയുന്ന സമ്മും ഒരു ക്യാരിയും ജനറേറ്റ് ചെയ്യുന്നുണ്ടാവും. അത് എന്ത് ചെയ്യും? നമ്മൾ ആ ക്യാരിയും A2 B0യും A1 B1ഉം കൂടെ ചേർത്ത് ഒരു ഫുൾ ആഡറിൽ കൊടുക്കുക. അതിൻ്റെ ഔട്ട്പുട്ടും A0 B2യും ഒരു ഇൻപുട്ട് ക്യാരി 0യും കൂടി കൊടുത്ത് നമ്മൾ അടുത്ത ഫുൾ ആഡർ. അപ്പോൾ C2 എന്ന് പറയുന്നത് എടുക്കുമ്പോൾ തന്നെ നമുക്ക് എത്ര ഫുൾ ആഡേഴ്സായി? 4 ഫുൾ ആഡേഴ്സ് നമ്മൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതേമാതിരി അടുത്തത് ചെയ്യുമ്പോൾ ഫുൾ ആഡേഴ്സിൻ്റെ എണ്ണം കൂടുതലായിരിക്കും. അപ്പോൾ ഒരുപാട് ഫുൾ ആഡേഴ്സ്, അപ്പോൾ നമ്മുടെ വരയ്ക്കുന്ന സർക്യൂട്ട് ഡയഗ്രം കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. അപ്പോൾ ആ കോംപ്ലിക്കേഷൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ 4 ബിറ്റ് ആഡർ യൂസ് ചെയ്ത് വരച്ചേക്കുന്നത്. ഈ സെയിം ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് 2 ബിറ്റ് ബൈ 2 ബിറ്റ് നമ്മൾ ഹാഫ് ആഡർ യൂസ് ചെയ്തതുപോലെ ചിലപ്പോൾ 3 ബിറ്റ് ബൈ 2 ബിറ്റ് നിങ്ങൾ ചെയ്ത് നോക്കേണ്ടുന്ന ക്വസ്റ്റ്യനാണ്. 3 ബിറ്റ് ബൈ 2 ബിറ്റ് ബൈനറി മൾട്ടിപ്ലയർ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിനെ ഈ 4 ബിറ്റ് ആഡറിന് പകരം ഫുൾ ആഡർ സർക്യൂട്ട് യൂസ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്ത് നോക്കുക. അപ്പോൾ രണ്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. 4 ബിറ്റ് ആഡർ എന്ന് പറയുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം, ഫുൾ ആഡർ യൂസ് ചെയ്തിട്ട് എങ്ങനെ മൾട്ടിപ്ലയർ ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? 3 ബിറ്റ് ബൈ 2 ബിറ്റ് ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലിക്കേഷൻ എഴുതി നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അത് വെച്ചിട്ടൊരു ഫുൾ ആഡർ സർക്യൂട്ട് എങ്ങനെ ജനറേറ്റ് ചെയ്യുന്നു എന്നുള്ളത് നോക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോൾ 3 ബിറ്റ് ബൈ 2 ബിറ്റ് ബൈനറി മൾട്ടിപ്ലയർ യൂസിങ് ഫുൾ ആഡേഴ്സ് ഓൺലി എന്ന് ചോദിക്കുവാണെങ്കിൽ എന്താണ്? നിങ്ങൾ ആ ചെയ്തിരിക്കുന്ന സർക്യൂട്ട് നമുക്ക് കാണിക്കാൻ പറ്റും. ഇനി ഏത് സ്പെസിഫിക് ആയിട്ട് ഇന്നത് എന്ന് പറഞ്ഞിട്ടില്ല, ഫുൾ ആഡർ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല, ബൈനറി ആഡർ 4 ബിറ്റ് ബൈനറി ആഡർ യൂസ് ചെയ്യണമെന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ നമുക്ക് സിംപ്ലിഫിക്കേഷന് വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യാം? ഈ 4 ബിറ്റ് ആഡർ സർക്യൂട്ട് യൂസ് ചെയ്യുക. അതാകുമ്പോൾ കുറച്ചുകൂടി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ വരകൾ വരാത്തത് കൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് അത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലും ചെയ്യാം, ഫുൾ ആഡേഴ്സ് യൂസ് ചെയ്തിട്ടും ചെയ്യാം. നമുക്ക് ഏതാണോ കൺവീനിയൻറ്റ്, ക്വസ്റ്റ്യനിൽ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഏതാണോ കൺവീനിയൻറ്റ്, നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് എങ്ങനെയാണോ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു മെത്തേഡ് യൂസ് ചെയ്യുക. 4 ബിറ്റ് ആഡർ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അതായത് അതിനകത്ത് സർക്യൂട്ടിൻ്റെ കോംപ്ലക്സിറ്റി കുറവായിരിക്കും. അപ്പോൾ കാണുന്ന ഒരാൾക്കും ആ ക്വസ്റ്റ്യൻ്റേത് ആ ഫിഗർ കാണുമ്പോൾ തന്നെ ഇതാണ് ആ കറക്റ്റ് ആൻസർ എന്നുള്ളത് പെട്ടെന്ന് പ്രെഡിക്റ്റ് ചെയ്ത് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ 4 ബിറ്റ് ആഡർ ബൈനറി ആഡർ എന്ന് പറയുന്ന സർക്യൂട്ട് യൂസ് ചെയ്തും ഫുൾ ആഡർ സർക്യൂട്ട് യൂസ് ചെയ്തും സെപ്പറേറ്റ് വരച്ച് നോക്കുക. നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചുള്ളത് ആൻസർ വേണം നമ്മൾ എഴുതാൻ വേണ്ടിയിട്ട്. ഫുൾ ആഡർ ചോദിച്ചാൽ ഫുൾ ആഡറിലെ സർക്യൂട്ട്, ഒന്നും ചോദിച്ചിട്ടില്ല എങ്കിൽ 4 ബിറ്റ് ബൈനറി ആഡർ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി കൺവീനിയൻറ്റ്. ഓക്കെ, ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്.